ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സജ്ജി റൈസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വീട്ടിൽ തന്നെയുള്ള വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സൂപ്പർ ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. 1 കപ്പ് വെള്ളം തിളച്ച് വരുമ്പോൾ കുരുവില്ലാത്ത കറുത്ത ഉണക്കമുന്തിരിങ്ങ അത് ഒരു 1/4 കപ്പോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് വെന്താൽ മതി. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ബ്ലാക്ക്, യെല്ലോ എസൻസ്, ഡേറ്റ്സ്, ടൂട്ടി ഫ്രൂട്ടി, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി 1/2 കപ്പ് വേണം. 1 കപ്പായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് സോക്ക് ചെയ്യാൻ വയ്ക്കാം. പ്രധാനമായിട്ടും പ്ലം കേക്കിന് ഡ്രൈ ഫ്രൂട്ട്സ് ആണല്ലോ ഉപയോഗിക്കുന്നത്. ഞാൻ ഈ കേക്കിന് കളർ കിട്ടാൻ വേണ്ടി വേറെ ഒന്നും ചേർക്കുന്നില്ല, ഡ്രൈ ഫ്രൂട്ട്സ് തന്നെയാണ് ചേർക്കുന്നത്. എങ്ങനെയാണ് ആ കളർ കിട്ടുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണേ. ഞാനിവിടെ 1 കപ്പ് മൈദ 250 ml കപ്പിൽ എടുത്തിട്ടുണ്ട്. അത് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കാം. ഇനി അതേ മെഷർമെന്റ് കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര എടുത്ത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 7 ഗ്രാമ്പു, 2 ഇഞ്ച് നീളത്തിലെടുത്ത കറിവേപ്പില, 8-10 ഏലക്കയുടെ കുരു ഇത്രയും കൂടി ഇട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ഉണക്കമുന്തിരിങ്ങ നല്ലതുപോലെ തണുത്ത് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. അത് നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ടിട്ട് വെന്ത വെള്ളവും കൂടി ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ബട്ടർ ഇട്ട് നല്ലതുപോലെ സ്പൂൺ വെച്ച് അടിച്ചെടുക്കുക. റൂം ടെമ്പറേച്ചറിലായ ബട്ടറാണ് എടുക്കേണ്ടത്. ഈ ബട്ടർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഹോം മെയ്ഡ് ബട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ടർ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച പഞ്ചസാര, ഉണക്കമുന്തിരി കൂട്ട് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ബ്ലാക്ക് റൈസിൻസ് അരച്ച് ചേർക്കുമ്പോൾ ഈ കേക്കിന് നല്ലൊരു കളറും ഫ്ലേവറും ഒക്കെ കിട്ടാൻ സഹായിക്കും. വേറൊരു കളറോ എസൻസോ ഒന്നും ഞാനിതിൽ ചേർക്കുന്നില്ല. നമ്മൾ എടുക്കുന്ന സാധനങ്ങളെല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 3 കോഴിമുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ അടിച്ച് പതപ്പിച്ച ശേഷം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരിച്ചെടുത്ത് വെച്ച മൈദ ഇതിലേക്ക് പകുതി ചേർത്ത് കൊടുക്കാം. കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ബാക്കിയും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറേശ്ശെ മാവ് ചേർത്ത് കൊടുത്തത്. നല്ല സ്മൂത്തായിട്ട് കട്ടയൊന്നുമില്ലാതെ കലക്കിയെടുത്ത ശേഷം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഈ കൺസിസ്റ്റൻസിയിൽ കിട്ടിയാലും മതി. ബാറ്റർ നല്ല തിക്കായിട്ടുണ്ടാവണം. ഇനി നമുക്ക് നേരത്തെ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുക. അത് നന്നായിട്ട് പൊങ്ങി വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിപ്പയിലോട്ടൊഴിച്ച് അരിച്ചെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് ചെറുതായി ഞുറുക്കിയെടുത്ത കാഷ്യൂ നട്ട്സും ബദാംസും ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ട് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൽ ഒരേപോലെ കിടക്കാൻ വേണ്ടി, ഒരേ ലെവലിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം ഒരുപാട് അങ്ങ് താന്നു പോകും. ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് പതുക്കെ ഇളക്കിയെടുത്ത് വെച്ച ശേഷം നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ടിന്നെടുത്ത് അതിൽ കുറച്ച് നെയ്യ് തൂത്ത് കൊടുത്തിട്ട് ഇനി കുറച്ച് മൈദാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. ബാക്കിയുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടി മാറ്റിയ ശേഷം നമുക്ക് ആ കേക്കിൻ്റെ ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒഴിച്ചു കൊടുത്ത് ഒന്ന് നിരത്തിയ ശേഷം ഒന്ന് ലെവൽ ചെയ്ത ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം 1-2 പ്രാവശ്യം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ പിറക്കി മുകളിൽ വെച്ച് കൊടുത്ത ശേഷം, ഞാനിവിടെ റൈസിൻസും കാഷ്യൂ നട്ട്സും ആണ് വെച്ച് കൊടുക്കുന്നത്. അത് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് പഴയ ഒരു കുക്കർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു റിങ്ങോ അല്ലെങ്കിൽ ഒരു തട്ടോ ഏതെങ്കിലും എടുത്ത് വെച്ചിട്ട് കുക്കർ ഒന്ന് ഹീറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ ആ പാത്രം ഇറക്കി അതിലേക്ക് കൈ പൊള്ളാതെ വെച്ച് കൊടുക്കുക. ഇനി കുക്കറിൻ്റെ ഗ്യാസ്കറ്റോ വെയിറ്റോ
ഒന്നും ഇടാൻ പാടില്ല. അതെല്ലാം മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ അടച്ചു വെച്ച് 1 മണിക്കൂർ വേവിച്ചെടുക്കാനായിട്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഒരു 50 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഏകദേശം 1 മണിക്കൂറോളം സമയമെടുത്തു. ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇത് വെന്തോന്ന് ഒന്ന് കുത്തി നോക്കാം. സ്റ്റിക്കിൽ ഒട്ടും പിടിക്കുന്നില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്ത് വെച്ച ശേഷം ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടോ സൈഡൊക്കെ ഒന്ന് വിടിവിച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കുക. നല്ല അടിപൊളി ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. പ്ലം കേക്കൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പം കട്ട് ചെയ്യുന്നതാണ് നല്ലത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടി അറിയിക്കണേ. താങ്ക് യു.